ജീവിക്കാൻ നോക്കിയിട്ട് നടക്കാത്ത വിഷയമല്ലേ? അതേ സമയത്തായിട്ട് നടന്നിട്ടില്ല. അതുകൊണ്ട് ഇതിനകത്തൊരു പരിഹാരം വരാനല്ലേ നിങ്ങൾ എന്നെ വന്ന് കണ്ടത്? അതെ, അതിനാണ് വന്ന് കണ്ടത്. അതുകൊണ്ട് ഒരു കാര്യം നിങ്ങൾ ഞാൻ ആദ്യത്തെ തലക്കെട്ട് അടി കൊടുക്കും. ഒരു കാര്യം നിങ്ങൾ ഓർത്തോണം, നിങ്ങൾ എന്നെ കേൾക്കാൻ വന്നവരായതുകൊണ്ട് ഈ തെറപ്പിയുടെ ഇനി മുന്നോട്ട് പോകുന്ന ഓരോ നിമിഷങ്ങളിലും ഞാൻ പറയുന്ന സജഷൻസ്, അപ്പൊ ഞാൻ കൂട്ടി പറയും, ഞാൻ ന്യായമായ കാര്യങ്ങളെ പറയൂ, അതെനിക്ക് ബോധ്യമായതാണ്. ആ നിർദ്ദേശങ്ങളും കറക്ഷൻസും അംഗീകരിക്കാൻ നിങ്ങൾ ബാധ്യസ്ഥരായിരിക്കും. തയ്യാറാണോ? ഭർത്താവ് കാരണം പുള്ളി തയ്യാറാണ്. കാരണം പുള്ളി വിചാരിക്കുന്ന അപ്പുറത്തോട്ടല്ലേ കൊടുക്കാൻ പോണേ. പുള്ളി പറയും തയ്യാറാണ് സാർ. ഞാൻ ഭാര്യയോട് ചോദിക്കും, ഈ കെട്ടിക്കാൻ നേരത്തെ പണിയിൽ അച്ഛന്മാർ ചോദിക്കില്ലേ, ഈ നിൽക്കുന്ന ഇതിന്റെ വലതുവശത്ത് നിൽക്കുന്ന ജീവിക്കാൻ സമ്മതമാണോ എന്ന് ചോദിക്കുമ്പോ സമ്മതമാണ് എന്ന് പറയുന്ന പോലെ കൃത്യമായിട്ട് ഞാൻ ചോദിക്കും, സമ്മതമാണോ മുന്നോട്ട് പോകാൻ? ഭാര്യയും ഭർത്താവും സമ്മതം ചെയ്തു. എന്തിനാണെന്നറിയാമോ? ഞാൻ പറയുന്ന സജഷൻസ് അംഗീകരിക്കാൻ. ഇത് ആദ്യമേ നിങ്ങൾ പറയിച്ചില്ലെങ്കിൽ കുറച്ച് മുന്നോട്ട് പോകുമ്പോ നമ്മൾ ഇന്റർവെൻഷൻ തുടങ്ങുമ്പോൾ പറയും അത് പറ്റത്തില്ല. അങ്ങനെ നമ്മൾ ഇത് ആദ്യം പറയാണ്ടിരുന്നാൽ അത് പറ്റത്തില്ല, പിന്നെ നമ്മൾ വേറെ വഴിക്ക് പോകേണ്ടി വരും. നേരെ തിരിച്ച് തുടക്കത്തിൽ ഈ ചുക്കാൻ ഇട്ടാറുണ്ടല്ലോ, അത് പറ്റത്തില്ലെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. തുടങ്ങിയപ്പോൾ ഞാൻ എന്താ പറഞ്ഞത്? നിങ്ങളുടെ ഇഷ്ടം ചെയ്യാനായിരുന്നു നിങ്ങൾ എന്തിനാ എന്റെ അടുത്ത് വന്നത്? പിന്നീടുള്ള എന്റെ മുഖങ്ങൾ ദേഷ്യമല്ല, ക്രൗര്യമല്ല, ഫേർനെസ് വിത്തൗട്ട് ആങ്കർ, കോപമില്ലാത്ത കാർഡിഷ്യഭാവം. ഇതാണ് പിന്നീട് കപ്പിൾ തെറാപ്പി. അല്ലെങ്കിൽ ഉണ്ടല്ലോ, നിങ്ങൾ തീരെ സാധുക്കളായാൽ നിങ്ങളെ കൊണ്ട് കൊടുക്കാതെ പോയി അവർ നമ്മളെ ഇട്ട് വളർന്നു. ഒരു അധികാര ഭാവം, ഒരു